നമ്മുടെ കാരണം ഭാഗവതം മുഴുവൻ എന്തിനാ തുടങ്ങിയ പരീക്ഷത്തിന്റെ മോക്ഷമാണല്ലേ. അപ്പൊ നമ്മുടെ ആത്മീയമായ വിജയത്തിന്, ആത്മീയമായ പ്രചോദനത്തിന് വേണ്ടിയിട്ട് കഥകളൊക്കെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ട് നിങ്ങൾ കഥകളുടെ പിന്നാലെ പോവാതെ കഥകളിൽ കൂടി ഞാൻ എന്താണോ ഉദ്ദേശിച്ച് ഞാൻ തത്വത്തെ അറിയാൻ ശ്രമിക്കാന്ന്. ഇവിടെ ഇന്ദ്രിയങ്ങൾക്ക് അധീനമായിരിക്കുന്ന ജീവന്റെ അസ്വാതന്ത്ര്യത്തിലിരിക്കുന്ന ജീവന്, അത് പഞ്ചേന്ദ്രിയങ്ങളുടെ വശംബുധനായ ജീവൻ ആ നിലയിൽ ഇരുന്നു കൊണ്ട് ഈശ്വര സന്നിധിയിൽ എത്താനുള്ള വിഷമം, എത്തുന്ന ആ ഈശ്വരനായിട്ടുള്ള ലയമാണ് രുക്മിണി സ്വയംവരത്തിൽ കൂടി കാണുന്നത്. അതാണ് ഇവിടെ രുക്മിണിക്ക് 5 സഹോദരന്മാര് അല്ലേ, 5 സഹോദരന്മാർക്ക് ഒരു സഹോദരി. അവിടെ രുക്മിണി 5 സഹോദരന്മാർക്ക് ജയിലിലാണെങ്കിൽ ഇവിടെ നമ്മുടെ 5 ഇന്ദ്രിയങ്ങളിൽ വശംബുധനായിട്ടാണ് നമ്മുടെ ജീവൻ നിൽക്കുന്നത്. അപ്പൊ ആ ഇന്ദ്രിയങ്ങൾക്ക് വശംബുധനായ ജീവൻ ഈശ്വരനിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള അത് ഇവിടെ രുക്മിണി കാലം മുതൽക്കേ ആ കൃഷ്ണന്റെ മഹിമകളും കൃഷ്ണന്റെ വാക്ക് കേട്ടിട്ട് അതിൽ ആകർഷനായിട്ട് സദാശിവൻ കൃഷ്ണനെ ആ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആ രുക്മിണി നോക്കിയൊക്കെ അവസാന സമയത്ത് വരെ. അപ്പൊ ഇവിടെ അതും ജീവൻ, ഇവിടെ ഇന്ദ്രിയങ്ങളുടെ തടവറയിൽ കിടക്കുന്ന ജീവൻ ഈശ്വര സന്നിധാനത്തിൽ എത്താൻ വേണ്ടിയിട്ടുള്ള വെമ്പല. ഇന്ദ്രിയങ്ങൾക്കാണെങ്കിൽ സുഖലോലുകൾക്ക് വേണ്ടി ഭാഗ്യമായിട്ട് പോകുന്ന ഇന്ദ്രൻ, അവിടെ അതേ രുക്മിണിയുടെ സഹോദരന്മാരെ രുക്മിണിയെ സമ്പന്നമായ രാജാവിനെ കല്യാണം കഴിച്ചു കൊടുക്കണം എന്ന് വിചാരിച്ചു നടക്കുക. കൃഷ്ണനാണെങ്കിൽ ഒന്നുമില്ലല്ലോ, ഗോപാലനാണ്, രാജാവല്ല, പേടിച്ചു പോയി സമുദ്രത്തിൽ വീട് കെട്ടി. അപ്പം അങ്ങനെയുള്ള ആൾക്ക് കൊടുക്കാതെ ശിശുപാലാദികൾ പറഞ്ഞ് അവരൊക്കെ ചക്രവർത്തിമാരാണ്, അവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ജീവൻ എങ്ങനെയാണ് ഈശ്വരനിൽ എത്തുക എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അവശനായ രുക്മിണിയെ ഇവിടെ ഭീഷ്മക രാജാവിനെ ജഡമായിരിക്കുന്ന ശരീരമായും രുക്മിണിയെ അവശരായ ജീവനായും രുക്മിണിയുടെ 5 സഹോദരന്മാരെ പഞ്ചേന്ദ്രിയങ്ങളുമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇന്ദ്രിയങ്ങൾ ജീവനെ അർത്ഥധാര പുത്രേഷണങ്ങളോട് ബന്ധിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതാണ് രുക്മിണി ശിശുപാലനെ തന്നെ രുക്മിണിയെ കൊടുക്കണമെന്ന് ചതിക്കുന്നത്. നമ്മുടെ ഇന്ദ്രിയങ്ങൾ എങ്ങനെയാണോ പുറത്തേക്ക് പോകുന്നത്, അതുപോലെയാണ് രുക്മിണിയുടെ സഹോദരന്മാർ രുക്മിണിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കും. ഓരോ ജീവനും വാസ്തവത്തിൽ സംസാര ബന്ധനത്തെ വിട്ട് ഈശ്വര സന്നിധിയിൽ എത്തിയിലേക്ക് പോകാൻ മോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്ദ്രിയങ്ങളാകുന്ന ശത്രുക്കളെ ജയിക്കാൻ ശേഷിയില്ലാത്തത് കൊണ്ട് അവശയായിത്തീരുന്നു. നമ്മുടെ ജീവന്റെ കാര്യമാണ് ഈ പറയുന്നത്. എന്നാൽ സുഹൃതത്തിന്റെ ആധിക്യമുള്ള ജീവൻ എന്തൊക്കെ ക്ലേശങ്ങളെ അനുഭവിക്കേണ്ടി വന്നാലും സംസാര ബന്ധങ്ങളെ തട്ടി നീക്കി ഈശ്വര സന്നിധിയിലേക്ക് എത്തും എന്ന് രുക്മിണി സ്വയംവരത്തിലൂടെ തെളിയിക്കുകയാണ്. കാരണം എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ജീവൻ സഹിച്ചാലും കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്ത ഏതെങ്കിലും ഒരു പുണ്യം കൊണ്ട് ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ഈശ്വര സന്നിധിയിലേക്ക് എത്താൻ നമുക്ക് സാധിക്കും. ഇപ്പോൾ വെച്ചൊരു പറഞ്ഞ കൂട്ടത്തിലെ ഒരു സത്സംഗത്തിൽ ഇരിക്കാൻ ഇപ്പോൾ ചെറുതുരുത്തിയിൽ എത്ര പേര് ആൾക്കാരുണ്ട്, എത്ര പേർക്ക് ഇവിടെ വന്ന് ഇരിക്കാൻ സാധിക്കുന്നുണ്ട്. ഇവിടുന്ന് എന്ത് കിട്ടുന്നല്ല, ഇങ്ങനെ ഒരു സത്സംഗത്തിൽ കുറച്ചു നേരം ഈശ്വര സ്മരണകൾ ചിന്തിച്ചിരിക്കാൻ സാധിക്കുക എന്ന് സാധിക്കുന്ന ഒരു സുഹൃതമാണ്. നമ്മൾ മറ്റുള്ള എന്തൊക്കെ കാര്യങ്ങൾ ജീവിതത്തിൽ വേണ്ടി എന്തൊക്കെ വേണ്ടി ശ്രമിക്കുന്നു, പക്ഷേ കുറച്ചു നേരം ഒരു ഈശ്വര സ്മരണയെ കൂടിയിട്ട് കുറച്ചു നേരം ഇരിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ദൈവത്തിന്റെ സഹായം വേണം, സുഹൃതം വേണം. അപ്പൊ ഇവിടെ ആ സുഹൃതത്തിന്റെ സൗകര്യം കൊണ്ടാണ് ഇത്രയും വലിയ തടവിലിരിക്കുന്ന രുക്മിണിക്ക് അവിടെ ഒരു ബ്രാഹ്മണൻ പ്രത്യക്ഷപ്പെടുന്നു. ആ ബ്രാഹ്മണൻ ത്രൂ സന്ദേശം അയക്കുന്നു. കൃഷ്ണൻ വന്ന് രുക്മിണിയെ കൊണ്ടുപോകുന്നു. അനുകൂലിയായ ബ്രാഹ്മണന്റെ സഹായം കൊണ്ടാണ് രുക്മിണിക്ക് എത്രയോ പ്രതിബന്ധങ്ങൾ ഉണ്ടായിട്ടും ശിശുപാലനെ തട്ടി നീക്കി ഭഗവാനെ വരിക്കാൻ സാധിച്ചത്. പ്രാപ്തനും രസികനുമായ ആചാര്യന്റെ സഹായം കൊണ്ടാണ് ഒരു ജീവൻ എല്ലാ പ്രതിബന്ധങ്ങളെയും അകറ്റി സംസാര ബന്ധനത്തിൽ നിന്നും ഈശ്വരനിലേക്ക് ഉയരുന്നത്. അതാണ് സുഹൃതം ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു ആചാര്യന്റെ സഹായം കിട്ടുള്ളൂ. അങ്ങനെയുള്ള ഒരു മഹാത്മാവായ ആചാര്യനായാണ്
ബ്രാഹ്മണനെ കൊണ്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. കാരണം രുക്മിണി അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് അങ്ങനെ ഒരു ബ്രാഹ്മണൻ അല്ല നമ്മൾ സന്ദർഭം വിവരിക്കുന്നുണ്ട് അല്ലേ. 2 ദിവസം മുമ്പ് പോലും രുക്മിണി വിചാരിച്ച് കൃഷ്ണനായിട്ടുള്ള വിവാഹം. പക്ഷെ രുക്മിണിയോട് പറഞ്ഞില്ല. രുക്മിണിയെ തടവറയിലിട്ടിട്ട് ശിശുപാലനായിട്ടുള്ള കല്യാണത്തിന് ഒരുക്കങ്ങളാ കൂട്ടുന്നത്. അപ്പോഴാണ് ബ്രാഹ്മണൻ ചെന്നിട്ട് പറയുക രുക്മിണിയോട്, എന്തത്ര സന്തോഷിച്ചിരുന്നു, അല്ല കൃഷ്ണന്റെ അല്ല, അവിടെ ശിശുപാലനായിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ ശിശുപാലനായിട്ടാണ് തീരുമാനിച്ചത് പറയുമ്പോഴാണ് രുക്മിണിക്ക് സംഭവം മനസ്സിലാവുന്നത്. എന്നെ ഇനി ആരാ രക്ഷിക്കുക എന്ന് പറയുമ്പോൾ ബ്രാഹ്മണൻ പറയും, ഞാൻ തന്നെ പോവാം. അവിടെ പോകുന്നു. കൃഷ്ണൻ പറഞ്ഞു, ഞാൻ കാത്തിരിക്കുകയാണ്. പണ്ട് പാഞ്ചാലി വിളിച്ചില്ലേ, എന്നെ വിളിക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുക. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇനിയും ആ സൈന്യങ്ങളെ പോലും കൂട്ടാതെ പെട്ടെന്ന് ബ്രാഹ്മണനോട് പറയും. ബ്രാഹ്മണൻ ആ സന്ദേശം വായിക്കുക. ബ്രാഹ്മണനോട് പറയാം, നീ എന്നെ വായിച്ചു. അതങ്ങോട്ട് വായിച്ചിട്ട് പറയാം, എന്താ വേണ്ടത്, പേര് കയറിക്കോ, ഇതാ പോവുക, ഞാൻ ഇതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. കാരണം പണ്ട് പാഞ്ചാലി പറഞ്ഞില്ലേ, പാഞ്ചാലിയുടെ വസ്ത്രാക്ഷം ഒരു ദ്വാരകാധീശാനെ വിളിച്ച് വരാന്തേ വെഴുകിയെ ചോദിച്ചു. ഞാൻ അവിടെ ഇരിക്കറിയായി. അപ്പോൾ പാഞ്ചാലി എന്തിനാ ദ്വാരകയ്ക്ക് പോണ്ടി വന്നു, പിന്നെ അവിടേക്ക് വരാം. അതേ കുറച്ച് നേരം വെഴുകിയേ വന്നു. അപ്പം നമ്മുടെ ആത്മാർത്ഥമായ വിളി ഭഗവാൻ കാത്തിരിക്കുകയാണ്. ഇതിനൊക്കെ പുറമെ ഒരു ജീവന് എന്തെല്ലാം ആനുകൂല്യങ്ങളോ കഴിവുകളോ ഉണ്ടായാലും പരതന്ത്രനാണ്. ഈശ്വരൻ ഇങ്ങോട്ട് വന്ന് പിടിച്ചുകൊണ്ട് പോവുക തന്നെ വേണം, അങ്ങോട്ട് പോവാൻ വയ്യ എന്നുള്ള തത്വത്തെയും ഭഗവാന്റെ ബലാത്കാരേണയുള്ള രുക്മിണീഹരണം കൊണ്ട് സൂചിപ്പിക്കുന്നു. കാരണം ഭക്തൻ അത്രമാത്രം അർഹതയുള്ളത് വരുമ്പോൾ ആ ഒരു അവസാനത്ത് ആ മനസ്സ് തൊട്ടുള്ള വരുമ്പോൾ ഭഗവാൻ ഓടി വന്ന് രക്ഷിക്കും എന്നുള്ള ഒരു തത്വം കൂടി അവിടെ രുക്മിണി സ്വയംവരത്തിൽ കാണും. ഭഗവാൻ ഓടി വരികയാണ് അല്ലേ, പറയുന്നുണ്ട്, എന്നെ എന്താ സിംഹത്തിൻ്റെ മുമ്പിൽ നിന്നുള്ള റാഞ്ചി കൊണ്ടുപോകണമെന്നാണ്. മനസ്സിലായി? അതൊക്കെ ആ കഥകളെ പോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. കാരണം അത്രയും കല്യാണത്തിൻ്റെ ഭംഗി കൂട്ടണ്ടേ. അപ്പോൾ നമുക്കിവിടെ ആത്മീയമായിട്ട് വിചാരം വരുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ജീവൻ, നമ്മൾ രാസക്രീഡ കണ്ടു അല്ലേ. രാസക്രീഡ കൃഷ്ണൻ ഗോപികമാരായിട്ട് ഡാൻസ് കളിച്ചു എന്നാണ് കണ്ടത് അല്ലേ. അവിടെ ആ ഗോപികന്മാർ രാത്രി ആ ഓടക്കുഴലിൻ്റെ വിളി കേട്ടിട്ട് അവരാ ജീവൻ ഓടുകയാണ്. അവരാ പരമാത്മാവിൻ്റെ അടുത്തേക്ക് ഓടുന്ന രംഗമാണത്. അതിനെ ഭാഗവതത്തിൽ 2 തരത്തിൽ ഉപയോഗിക്കാം. ബാഹ്യമായിട്ട് അവർ കുട്ടികളെ നിലത്തിട്ട് പറയുന്നു, വസ്ത്രങ്ങൾ ശരിക്കും ചിറ്റിയില്ല എന്ന് പറയുന്നു. പക്ഷെ രാത്രി അച്ഛനമ്മമാരെ നോക്കിയില്ല, ഭർത്താവിനെ വിട്ടിട്ട് ഓടിപ്പോകുന്നു എന്നൊക്കെ പറയുന്നു. പക്ഷേ എവിടെയെങ്കിലും അവിടെ എഴുതിയിട്ടില്ല, ഭർത്താവ് പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത് ഭാര്യ ഉണ്ടായിരുന്നില്ല. ദേഹം മുഴുവൻ അവരുടെ അടുത്തുണ്ട്. നമ്മുടെ അടുത്താണെങ്കിൽ മകളുണ്ട്, കുട്ടിയുടെ അടുത്താണെങ്കിൽ ഉണ്ട്. ഈ ഗോപസ്ത്രീകൾ മുഴുവൻ അവരുടെ വീട്ടുകളിലുണ്ട്. പക്ഷെ ആരാണ് പിന്നെ രാസക്രിയയ്ക്ക് ഓടിയത്? ആ പൗർണമി ദിനത്തിലെ എല്ലാ ജീവനും ആ വേണുനാഥം കെട്ടി ഓടുകയാണ്. അപ്പം ആ ജീവ പരമാത്മാ ഐക്യമാണ് രാസക്രീഡയിൽ ഉണ്ടായത്. അതിനാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും വൈകൃതമായി ചിത്രീകരിച്ച് കൃഷ്ണൻ പെണ്ണുങ്ങളുടെ കൂടെ നൃത്തമാടി എന്ന് പറഞ്ഞു. അപ്പോൾ ജീവ പരമാത്മാ ഐക്യമാണ് ആ രാസക്രീഡയിൽ. 19 ശ്ലോകമാണ് രാസക്രിയ. അത് ഒരു ആത്മീയ ഇത്രയും എന്താ പറയുക, ധ്യാനത്തിന് പറ്റിയ ശ്ലോകമാണ്. ശ്രീരാമകൃഷ്ണദേവൻ നീണ്ട ധ്യാനം വരുമ്പോൾ വിവേകാനന്ദ സ്വാമികളോട് പറയുന്നതാണ് രാസക്രീഡ വായിക്കാൻ പറയും. ആ രാസക്രീഡ വായിക്കുക. അത് കഴിഞ്ഞ് പഞ്ചരത്നങ്ങൾ പറഞ്ഞ ഉദ്ധവൻ്റെ ഒരു സ്തുതിയുണ്ട്. അവസാനം ആ ഉദ്ധവദൂതിൽ വരുന്ന അവസാനത്തെ 5 ശ്ലോകമുണ്ട്. അതിന് പഞ്ചരത്നം എന്നാ പറയും. ഈ പഞ്ചരത്നവും രാസക്രീഡയാണ് ശ്രീരാമകൃഷ്ണദേവനെ എപ്പോഴും ചെല്ലാത്തത്. കാരണം അത് ചെല്ലിയാൽ ഒരു 12-15 ശ്ലോകം ആകുമ്പോഴേക്കും ശ്രീരാമകൃഷ്ണദേവൻ ധ്യാനത്തിൽ പോകും. പിന്നെ 2-3 ദിവസം കഴിഞ്ഞിട്ട് വരാം. അപ്പം നീണ്ട ധ്യാനം വേണമെങ്കിൽ ഈ രാസക്രീഡയാണ് ചെല്ലുക. നമ്മളത് 3-4 തിരുവാതിരയിലായിട്ട് എടുത്തു ഓരോ ശ്ലോകമായിട്ട് നമ്മൾ പറഞ്ഞതാണ്. അത്ര അതുപോലെ തന്നെയാണ് ഈ രുക്മിണി സ്വയംവരം. കഷ്ടപ്പെട്ടിരിക്കുന്ന ആ അവസാനത്തെ വെളിയെടുപ്പ് ഭഗവാൻ കൈ വന്ന് പിടിച്ചുകൊണ്ടായി അല്ലേ, ആ ഭക്തിയെ പിടിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മളൊക്കെ പറയും, നമ്മളെ ഭഗവാനെ പിടിക്കുകയല്ല വേണ്ടത്, ഭഗവാൻ നമ്മളെ പിടിക്കണം അല്ലേ. അതിന് 2 ന്യായം പറയും. ഒന്ന് പൂച്ച ന്യായം, ഒന്ന് മാർജാല. ഈ പൂച്ചനെയും കുരങ്ങനെയും പറയും. കുരങ്ങെന്ന് പറയുന്നത് കുട്ടികൾ കുരങ്ങനെ പിടിക്കുകയും ചെയ്യാം. ഈ കുരങ്ങൻ്റെ അടിയിൽ കുട്ടികളിങ്ങനെ കയറി പിടിക്കും. പക്ഷേ അവർ ചിലപ്പോൾ വീണ് പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ
പക്ഷെ പൂച്ച അങ്ങനെയല്ല, കുട്ടികളെ പിടിച്ചിട്ടാ പോവുക. പൂച്ച കുട്ടികളെ പിടിച്ച കുട്ടികളെ എവിടെയും വീഴില്ല, പൂച്ച നല്ലോണം പിടിക്കും. എന്ന കൂട്ടത്തിൽ ഭഗവാൻ നമ്മളെ പിടിക്കണം. അപ്പൊ നമ്മളെ ഇടയ്ക്ക് ആക്സിഡന്റ് എത്രയും വരുന്നറിയും. കുട്ടികളെ ഈ കുട്ടീനെ നമ്മുടെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ നടക്കും, പെട്ടെന്ന് വല്ലതും കണ്ടു കഴിഞ്ഞാൽ ഇപ്പം അടുത്ത ഒരു മാസം മുമ്പിൽ കൂടി ഉണ്ടായി, അങ്ങനത്തെ കേസ് കാണാൻ പറ്റില്ല. പെട്ടെന്ന് അപ്പുറത്ത് എന്തോ കണ്ടു കുട്ടി നമ്മുടെ കൈ കൊണ്ട് ഓടിപ്പോയ എത്ര കേസുകളാണ് വരുന്നത്. അപ്പൊ ഒക്കെ ഞാനിങ്ങനെ ആലോചിക്കും, നമ്മൾ കുട്ടിയുടെ കൈ പിടിച്ച് നടക്കണം, കുട്ടി നമ്മുടെ കൈയല്ല. അപ്പൊ നമ്മള് ഭഗവാന്റെ കൈയല്ല. കാരണം നമ്മൾ ഈ ലോകത്തെ വല്ലത് കണ്ട ഭഗവാൻ അങ്ങനെയാണല്ലോ അല്ലേ? സന്തോഷത്തിൽ ആരെങ്കിലും ഭഗവാനെ സ്തുതിക്കൂ. ദുഃഖമാണ് ആത്മീയം. എപ്പോഴും അതിന് പറയും ദുഃഖം ഉണ്ടെങ്കിലാണ് ആത്മീയത ഉണ്ടാവുള്ളൂ. അതാണല്ലോ കുന്തിയുടെ അവസാനത്തെ പ്രാർത്ഥന വന്നത്. എന്താ അമ്മയ്ക്ക് ആഗ്രഹം എന്ന് ചോദിച്ചപ്പോ എനിക്ക് എപ്പോഴും ദുഃഖങ്ങൾ ഇതാ. കാരണം ദുഃഖങ്ങൾ വരുമ്പോൾ നിന്നെ സ്മരിക്കും, നീ എൻ്റെ അടുത്ത് ഓടി വരും. അപ്പൊ എനിക്ക് എപ്പം നിന്നെ കാണാൻ എനിക്ക് ദുഃഖം ഉണ്ടായാലേ പറ്റുള്ളൂ. രണ്ടാമത് എന്നെ ബന്ധങ്ങളിൽ നിന്ന് എൻ്റെ മനസ്സിനെ മുക്തി തരാൻ പറയും. രണ്ട് വര ചോദിച്ചു. ഒന്ന്, ബന്ധങ്ങളിൽ നിന്ന് എൻ്റെ മനസ്സിനെ മുക്തി തരണം. രണ്ടാമത് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ദുഃഖങ്ങൾ തന്നു. അപ്പൊ നമുക്ക് ദുഃഖം വരുമ്പോഴാണ് ആത്മീയത. ഏറ്റവും കൂടുതൽ ആത്മീയത വരെ ദുഃഖം വരുമ്പോൾ. എന്തെങ്കിലും പ്രശ്നം വന്നാൽ പിന്നെ പ്രശ്നക്കാരനും ഉണ്ടാവും, അമ്പലം ഉണ്ടാവും. അപ്പൊ നമ്മൾ അതിൽ കൂടാണ്ട് ഈ ഒരു അറിവ് വന്നു കഴിഞ്ഞാൽ എന്തിനേയും സമചിത്തതയോടുകൂടി സുഖത്തെയും ദുഃഖത്തെയും നമ്മൾ ഒരേപോലെ കാണാൻ കഴിയുമ്പോൾ അനുഭവിക്കാൻ, ഇല്ലെങ്കിൽ അതിന് സ്വീകരിക്കാനുള്ള ഒരു മനസ്സാണ് ആത്മീയത. ജീവിതമാകുമ്പോൾ എന്തായാലും പറയില്ലേ, ഒരു വേനലുണ്ടെങ്കിൽ വർഷം ഉണ്ടാവും, വെയിലുണ്ടെങ്കിൽ മഴയുണ്ടാവും എന്നൊക്കെ പറയും. ഒരു ദുഃഖം വരുമ്പോൾ അപ്പുറത്തൊരു സുഖം ഉണ്ടാവും. രണ്ടും ഒരു നാണയത്തിന്റെ ഈ വശങ്ങളാണെന്നുള്ള ബോധത്തോടു കൂടി അതിനെ സഹിക്കാൻ തയ്യാറാവുന്നതാണ്. അതിനാണ് എനിക്കൊരു സാധകൻ അല്ലെങ്കിൽ ഒരു ആത്മീയത വരും. ഇവിടെ രുക്മിണി സ്വയംവരത്തിന് ഏറ്റവും കൂടുതൽ ആ ഒരു രൂപത്തിൽ നമ്മൾ ഗ്രഹിക്കുമ്പോഴാണ് രുക്മിണി സ്വയംവരമൊക്കെ വളരെ ആത്മാവായിട്ട്. ഇപ്പൊ രണ്ടുപേർക്ക് ഇന്നിപ്പോ ഇത് ചെയ്തതിന്റെ പറയും പോലെ ഇതൊന്നും പറഞ്ഞിട്ട് ഇന്നത്തെ കാലത്ത് പറ്റില്ല. ഇന്നത്തെ കാലത്ത് വരുന്നറിയോ ആരും കേൾക്കണ്ടാവില്ല. ഞാൻ ഒരു ദിവസം ചോദിച്ചു, സ്വാമി ഇതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ അതൊന്നും പറഞ്ഞാൽ കേട്ടോ, ഇന്നത്തെ കാലത്ത് ആരും വരില്ല, 10 ആള് വരണം. നമ്മൾ അതിനാണ് ആദ്യം ശ്രമിക്കേണ്ടത്. ഒരു സത്യാതാണ്. പുള്ളിയുടെ ഏറ്റവും കൂടുതൽ സപ്താഹത്തിന് ആളെ കൂടുതൽ ബീച്ചേജന്റെ. അപ്പോൾ പുള്ളി ഒരു ആൾക്കാർ വരട്ടെ, വല്ല ദിക്കിൽ പോയിരിക്കണേ കുറച്ച് പേര് സപ്താഹത്തിൽ വന്നിരിക്കുമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് പുള്ളി കൂടുതൽ ശ്രമിക്കുക. പക്ഷെ നെച്ചൂര് പറയാൻ നേരെ തിരിച്ചാ. നമ്മൾ ഇത്ര ആൾക്കാരെ ഒന്നും നേരാക്കാൻ പോകണ്ട, കുറച്ച് ആൾക്കാരെ നേരാക്കുക. ഒരു വീട്ടിൽ ഒരാൾ ആത്മീയ ഇരുന്നാൽ മതി, ഒരു വീട്ടിൽ ഒരാൾ ഇരുന്നാൽ മതി, ഒരു സമൂഹത്തിൽ ഒരു വീട് നന്നായാൽ മതി. അപ്പോ കുറേയൊക്കെ വ്യത്യാസങ്ങൾ വരും. അപ്പൊ കുറച്ചു പേര് നിങ്ങളെ നേരാക്കി പോകും. നിങ്ങൾ വേറെ ആരും നേരാക്കാൻ പോകണ്ട. നിങ്ങളുടെ മനസ്സിനെ മക്കൾ, പ്രത്യേകിച്ച് മക്കളോടൊന്നും ആത്മീയത പറയരുത്. കാരണം ഇന്ന് തീരെ ഇഷ്ടപ്പെടാത്ത ന്യൂ ജനറേഷന് ആത്മീയത തീരെ ഇഷ്ടമില്ല, അവർക്ക് പറയാൻ ഇഷ്ടമല്ല. അപ്പൊ നമ്മളാരും മുമ്പിൽ ഓരോന്ന് കാട്ടിക്കൊടുക്കാനേ നോർത്തിയുള്ളൂ. പറയണത് അവർക്ക് ഇഷ്ടമില്ല. നമ്മൾ പോവുക, പിന്നാലെ വന്നാ ഭാഗ്യം. അവരെ വിളിക്കും പറയാൻ പറ്റിയ വന്നാ ഭാഗ്യം. അപ്പൊ ഇതൊരു കാര്യമാണ്. നമ്മൾ കുറെ കാര്യങ്ങൾ വീട്ടിലൊക്കെ എഴുതി വെക്കുക. അതായത് അതിന്റെ മലയാള വേർഷനും വേണം, ഒരു ഗുണമൊക്കെ വേണം. അപ്പോൾ ഇടയ്ക്ക് ചില വാക്കുകൾ വെച്ചൊരു പറയും, ചില വാക്കുകൾ ചില സമയത്ത് കുട്ടികളായാലും നമുക്കൊക്കെ പറ്റും. നമ്മുടെ ഉള്ളിൽ ഒരു ഇത് വരും. അപ്പോൾ അങ്ങനെ ഒരു ചില നേരായ നല്ലത്. അപ്പൊ ഇവിടെ അത് കഴിഞ്ഞു. അപ്പൊ രുക്മിണി സ്വയംവരം കഴിഞ്ഞ് പിന്നെ 2 അധ്യായം കഴിഞ്ഞിട്ട് ഒരു അധ്യായമുണ്ട്, രുക്മിണി കൃഷ്ണ സംവാദം അല്ലേ. അവരെ ഒരു ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുണ്ട്. അപ്പൊ അതിനെ നോക്കുക. പണ്ട് പൂന്താനം കൊട്ടിയൂർ സപ്താഹം നടത്തിയിട്ടുണ്ട്. കൊട്ടിയൂർ മഹാദേവന്റെ സപ്താഹം നടത്തി. അപ്പൊ ഈ ഒരു 50ാമത്തെ അധ്യായമാണ് അത് വരെ, രുക്മിണി കൃഷ്ണ സംവാദം. അദ്ദേഹം അത് കഴിഞ്ഞ് പോയപ്പോൾ പിറ്റേ ദിവസം നോക്കിയപ്പോൾ അവിടെ തന്നെ മറക്ക് വെച്ച് വരുമ്പോൾ കുറെ കഴിഞ്ഞിട്ടാണ് അടയാളം വെച്ച് പോയി. പിറ്റേ ദിവസം വന്നപ്പോൾ വീണ്ടും അതേ അധ്യായത്തിലിരിക്കും. 3ാമത്തെ ദിവസം വന്നപ്പോൾ പൂന്താനം വിചാരിച്ച് ഞാൻ വായിച്ചതിലോ പറഞ്ഞതിലോ വല്ല തെറ്റാണോ എന്ന് വിചാരിച്ച് കരയാൻ തുടങ്ങി. ഭഗവാനെ ഞാൻ എന്ത് തെറ്റത്? അപ്പോ ഭഗവാൻ പൂന്താനം എനിക്ക് ആ അധ്യായം വായിച്ചിട്ട് കേട്ട് മതിയായില്ല. അതും ഞാൻ തന്നെയാണ് അങ്ങോട്ട് പിന്നാലെ തിരിച്ചു വെച്ചേ പറഞ്ഞു. അതെന്താ അധ്യായം? രുക്മിണി കൃഷ്ണ സംവാദമല്ല, ഭാര്യയും ഭർത്താക്കന്മാർ തമ്മിലുള്ള ഒരു സംവാദമല്ലാതെ അതിൻ്റെ ബാക്കിലേക്ക് പോയാൽ രുക്മിണി എത്ര തപസ് ചെയ്തിട്ടാണ് കൃഷ്ണനെ കിട്ടിയത്. അപ്പൊ ഇപ്പോ ഭഗവാൻ 16 ഭാര്യമാരായി, ഓരോ ഭാര്യയിലും 10 കുട്ടികളും. അങ്ങനെ നോക്കൂ. അത്രയും ഇരിക്കുന്ന സമയത്ത്
ഈ രുക്മിണി എன்ற ഭക്തി എങ്ങനെ ഇരിക്കണമെന്ന് അറിയാൻ വേണ്ടി വേദവ്യാസ മഹർഷി നമുക്ക് പറഞ്ഞു കാണിക്കുന്ന ഒരു അധ്യായമാണത്. നമ്മളും കരഞ്ഞ് കരഞ്ഞ് ഭഗവാന്റെ സഹായം കൊണ്ട് അഭിവൃദ്ധിയൊക്കെ ഉണ്ടായി ഒരു ഉയരത്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഭഗവാനും വേണ്ട, പാലം കിടക്കുന്നവരെ നാരായണ പറയില്ലേ, അതുപോലെ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈശ്വരനും വേണ്ട, ഒന്നും വേണ്ട, എൻ്റെ കഴിവ് എൻ്റെ പണം എന്നുള്ള അവസ്ഥയിലേക്ക് എത്തും സാധാരണ. ഇപ്പൊ രുക്മിണി കൃഷ്ണന്റെ മഹാറാണിയായിട്ട് ഇരിക്കുകയാണ്, സന്തോഷമായിട്ട്. ഇപ്പോൾ ഏറ്റവും മൂത്തതാണല്ലോ, 10,000 ഭാര്യമാരുണ്ടെങ്കിൽ അതിൽ ഏറ്റവും വലിയ രാജ്ഞല്ലേ. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന രുക്മിണി, ഇപ്പൊ നമ്മൾ ചോദിക്കില്ല അങ്ങനെ, ഇത്രയും വലിയൊരു കൊട്ടാരത്തിൽ ഇത്രയും വലിയ രാജ്ഞാൻ, ഇപ്പൊ രുക്മിണിയുടെ ഒരു ഭാഗ്യം. ആ രുക്മിണിയുടെ മനസ്സ് എന്താണെന്ന് അപ്പോഴും നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഞാനും പണ്ട് നമുക്ക് മനസ്സിൽ തോന്നിയിട്ടുണ്ട് ഈ കഥ കേൾക്കുമ്പോൾ, ഈ ഭാര്യ ഭർത്താക്കന്മാര് ഇപ്പം മഹാദേവനും ഭാര്യ ഇടയ്ക്കിടയ്ക്ക് തല്ലുകൂടല്ലോ. ശിവന്റെയും കഥകളിലുണ്ടോ, പാർവതിയൊക്കെ ഒരാൾ തലയിലുണ്ട് ഒരാൾ മടിയിലുണ്ട്. അപ്പൊ ആ തല്ലുകൂടലായിരിക്കും ഇതിന്റെ ഒരു രസം. കാരണം ഭാര്യ ഭർത്താക്കന്മാർ തല്ലുകൊണ്ട് വേറെ അവർക്ക് തിരിയുന്നല്ലോ, ആരല്ലോ കേൾക്കുന്നതോ ഇങ്ങനെയാണല്ലോ വെപ്പ്. മറ്റേ അടുത്ത വീട്ടിലില്ലേ, ഇവിടെ കറണ്ട് പോയി അടുത്ത വീട്ടിൽ കറണ്ട് പോയി, അവിടെ ഈ കറണ്ട് പോയാൽ സമാധാനമായി ഇല്ലേ. എന്ന കൂട്ടത്തിൽ അടുത്ത വീട്ടിലും പ്രശ്നമാണെങ്കിൽ നമുക്ക് സമാധാനമായി, അവിടെയും പ്രശ്നമാണല്ലോ. അപ്പൊ എന്ന കൂട്ടത്തിലെ ആ ഒരു അവസ്ഥ ഇവിടെ സത്യത്തിൽ എന്താണ്, ആ ഒരു ജീവപരമാത്മ ഐക്യത്തിൽ ഇപ്പോഴും ആ അവസ്ഥയിൽ ഇരിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വേദവ്യാസ മഹർഷി അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാക്കി. അപ്പൊ വീണ്ടും രുക്മിണി ആ ഒരു ഭഗവാനെ വാഴ്ത്തുന്ന ഒരു സന്ദർഭമാണ്. അതാണ് ഭഗവാന് ഇഷ്ടം. കാരണം ശിവനായാലും വിഷ്ണു ആയാലും ആത്മമായ ആത്മസ്വരൂപത്തെ ഇപ്പോഴും രുക്മിണി എങ്ങനെ കാണുന്നു എന്ന് നമുക്ക് കാണിച്ചു തരികയാണ് ആ കൃഷ്ണ രുക്മിണി സംവാദത്തിൽ കൂടെ. കാരണം കൃഷ്ണൻ കുറെ പറയും, എൻ്റെ കൃഷ്ണൻ എന്തിനാണ് രുക്മിണി എന്നെ കല്യാണം കഴിച്ച്, എനിക്ക് രാജാവില്ല, കാണാൻ ഭംഗിയില്ല, നിർഗുണ ഒരു ഗുണവുമില്ല. മനസ്സിലായി, എത്ര രാജാക്കന്മാരവിടെ വന്നു, എത്ര ചക്രവർത്തിമാര് വന്നു, നല്ല സുന്ദരന്മാർ വന്നു, നമുക്ക് അവരുടെ കൂടെ പോവായിരുന്നില്ലേ, എന്തിനാ എൻ്റെ കൂടെ വന്നത്, സമയം വൈകിട്ടില്ല, രുക്മിണി വേണമെങ്കിൽ ഇപ്പൊ പോയിക്കോളൂ, എനിക്ക് യാതൊരു വിഷമവുമില്ല എന്നൊക്കെ പറഞ്ഞപ്പോ ആ രുക്മിണി കൃഷ്ണനോട് പറയുന്ന രംഗമാണ് ആ ഒരു അധ്യായത്തില് കൃഷ്ണ രുക്മിണി സംവാദം എന്ന് പറഞ്ഞിട്ട് 50-ാമത്തെ അധ്യായം വരുന്നത്. 54-ാമത്തെ അധ്യായത്തിലാണ് രുക്മിണി സമരം വരുന്നത്. 4 അധ്യായം കഴിഞ്ഞിട്ട് അത് വരുന്നത്. ഈ അപ്പോ രുക്മിണിയുടെ മറുപടിയാണ്. കാരണം ഞാൻ ഗുണമില്ല, ഗുണനാണ്, ഭംഗിയില്ല, ഒരു ഗുണമില്ല അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ രുക്മിണിയുടെ തിരിച്ചുള്ള മറുപടി അതാണ് ഭഗവാൻ, അതായത് മഹാദേവന് ഇഷ്ടം. കാരണം അവിടെ ആത്മസ്വരൂപത്തെയാണ് സ്തുതിക്കുന്നത്. അങ്ങ് പറഞ്ഞത് വളരെ വാസ്തവമാണ്. സത്വരജസ് തമസ്സുകളുടെ ലേശം പോലും ചേർച്ചയില്ലാത്തത് കൊണ്ട് അവിടുന്ന് തികച്ചും നിർഗുണനാണ്. കൃഷ്ണൻ പറയണം, എനിക്ക് ഗുണമില്ല, നിൽക്കില്ല, കാശില്ല, പണമില്ല, സൗന്ദര്യമില്ല, ഇതൊക്കെയാണല്ലോ പറഞ്ഞത്. അപ്പൊ അതിന് രുക്മിണി പറയുന്ന മറുപടിയാണിത്. അവിടുന്ന് തികച്ചും നിർഗുണനാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് ഒരു ഗുണവും ഇല്ലെന്ന് പറഞ്ഞാൽ തെറ്റില്ലല്ലോ. ഇവിടെ നമ്മളൊരു ഗുണമില്ല എന്ന് പറഞ്ഞത് അതിന്റെ ശരിയായ അർത്ഥം എന്താ? നിർഗുണനാണ്. അവിടെ പരബ്രഹ്മമാണ്, അവിടെ ഒരു ഗുണമില്ല. നമ്മളൊക്കെ ഏതെങ്കിലും ഒരു ഗുണത്തിലാണ്, തത്വരജ തമസ് ഏതെങ്കിലും ഒരു ഗുണത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഇപ്പൊ നമ്മൾ നോക്കിയാൽ മതി, രാവിലത്തെ സ്വഭാവമാണോ ഉച്ചക്കിലത്തെ സ്വഭാവമാണോ വൈകുന്നേരം ആകുമ്പോൾ നമ്മളിൽ തന്നെ ഈ ഗുണങ്ങൾ മാറി മാറി വരുന്നുണ്ട്. രാവിലെ വരുമ്പോൾ സത്വഗുണാവും, ഉച്ചയാകുമ്പോഴേക്കും രജഗുണാവും, രാത്രിയാകുമ്പോഴേക്കും തമസാവും. അപ്പൊ ഈ ഗുണങ്ങളിലാണ് നമ്മൾ ഇരിക്കുന്നത്. ആ ഗുണമില്ലാത്ത ഒരാളെ നിർഗുണനാണ്. അപ്പൊ അങ്ങ് പറയില്ല എനിക്കൊരു ഗുണമില്ല, ശരിയാ, അങ്ങനത്തൊരു ഗുണമില്ല, അങ്ങനത്തെ എങ്ങനെ ഗുണമുണ്ടാവുക, നിർഗുണനാണ്. അങ്ങനെയുള്ള ഇല്ലെന്ന് പറഞ്ഞു. വിഷയികളായ മൂഢന്മാരെ ഭയന്ന് അവരിൽ നിന്നും അവിടുന്ന് അകന്നിരിക്കുന്നു എന്നതും പരമാർത്ഥമാണ്. ഞാൻ വേറെ പോയിട്ട് വല്ല കടലിൽ വീട് കിട്ടിയെന്ന് പറയില്ലേ, ശരിയാണ്. അങ്ങ് മൂഢന്മാരിൽ നിന്നും അകന്നിരിക്കുകയാണ്. ബലവാന്മാരെന്ന് പറയപ്പെടുന്ന ശിശുപാലാദികൾക്കുള്ളത് ഈ ശരീരത്തിന്റെ ബലമാണ്, അല്ലാതെ ആത്മവീര്യം അവർക്കില്ല. ശിശുപാലാദികളെ നല്ല സൗന്ദര്യം ഒക്കെയുള്ള ആളുകളിലേക്ക് രുക്മിണിക്ക് പോയിരുന്നില്ലേ ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടിയാണ് നമ്മുടെ ആത്മസ്വരൂപത്തെയാണ്, ആ കൃഷ്ണൻ എന്നുള്ള ആത്മസ്വരൂപത്തെയാണ് രുക്മിണി അവിടെ നമുക്ക് കാണിച്ചു തരുന്നത്. അതാണ് മഹാദേവന് ഇഷ്ടമായത്.
അങ്ങാണെങ്കിൽ ശരീരത്തെ അറിയുക പോലും ചെയ്യാതെ എപ്പോഴും ആത്മസ്വരൂപനായി തന്നെ വിളങ്ങുന്നു. കൃഷ്ണനെ പറ്റി പറയാ. അതിനാൽ അവിടുന്ന് ആത്മവീര്യത്തോടെ എതിർക്കാൻ ആർക്കാണ് കഴിയുന്നത്? അങ്ങയുടെ ആത്മവീര്യത്തോടെ എതിർക്കാൻ ആർക്കാണ് കഴിയുന്നത്? അവിടുത്തെ മഹിമയെ ഭിക്ഷുക്കളല്ലാതെ മറ്റാരാണ് പാടുന്നത്? പറയും, എന്നെ വെറും ഭിക്ഷുക്കളൊക്കെ വേണ്ടുള്ളൂ. ഭിക്ഷു പറഞ്ഞാൽ നമ്മുടെ പുറത്തെ ഭിക്ഷുവല്ല. ഭിക്ഷു എന്ന് പറഞ്ഞാൽ സന്യാസികളാണ്. എല്ലാം ത്യജിച്ച ആൾക്കാരെയാണ് ഭിക്ഷു എന്ന് പറയാ. സന്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ തനിക്ക് വേഷം കെട്ടുന്നതല്ല. സന്യാസം പറഞ്ഞാൽ എല്ലാം ഉപേക്ഷിച്ചവനാണ് സന്യാസി. അപ്പോൾ എന്നെ ആർക്കും വേണ്ട, എന്നെ വെറും ഭിക്ഷുക്കൾക്ക് മതി എന്ന് പറയും. അതിനുള്ള മറുപടിയാണ് അവിടുത്തെ മഹിമയെ ഭിക്ഷുക്കളല്ലാതെ മറ്റാരാണ് പാടുന്നത്? വിഷയികളായ മൂഢന്മാർക്ക് വിഷയങ്ങളല്ലാതെ വിഷയാതീതനും അമൃതസ്വരൂപനുമായ ഈശ്വരനാകുന്ന അങ്ങയുടെ മഹിമയെപ്പറ്റി എന്തറിയാം? നമ്മളിതിന് പറയുന്നത് എപ്പോഴും ആരെ പറ്റിയിട്ടാ പറയുന്നത്? ആരാ പറയുന്നത്? ആ ആത്മസ്വരൂപത്തെ, കൃഷ്ണനെ പറ്റി പുകഴ്ത്തി, ആ കൃഷ്ണൻ എന്നുള്ള രൂപത്തെയല്ല, കൃഷ്ണൻ എന്ന് പറഞ്ഞ ആത്മതത്വത്തെയാണ് ഇവിടെ രുക്മിണി ഓർമ്മിക്കുന്നത്. അപ്പോഴും ഇപ്പോഴും രുക്മിണിയുടെ ഉള്ളിൽ ആ ഒരു കൃഷ്ണ സ്വരൂപം ഇപ്പോഴും ഇരിക്കുകയാണ്. അതിനെ അറിയാനും സ്തുതിക്കാനും അവർക്ക് സമയം എവിടെ? അവരുടെ ആയുസ് മുഴുവൻ വിഷയസേവനത്തിനുള്ളതല്ലേ? അങ്ങനെയുള്ള അവിടുത്തെ മഹിമ പാടാൻ സാധിക്കുന്നത് എങ്ങനെ? അതായത് ഇന്നത്തെ നമ്മളെ പോലുള്ള വിഷയാസക്തന്മാരുടെ കഥയാണ് പറയുന്നത്. മറ്റുള്ളവർ പാടുന്നതിനെ കേൾക്കാൻ തന്നെ അവർക്ക് ശ്രദ്ധയോ സമയമോ ഇല്ല. അങ്ങനെ തന്നെ ശിശുപാലാദികൾ ആഗ്രഹിക്കുന്നത് ശരീരത്തെയാണ്. ഞാൻ ശരീരമല്ലെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. അവർ സ്വയം ശരീരമായാണ് കഴിയുന്നതും തങ്ങളുടെ ശരീരം കൊണ്ട് സുഖിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് മലപിണ്ഡമാകുന്ന മറ്റൊരു ശരീരത്തെ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് സുഖിക്കാൻ പറ്റുമെന്നാണ് അവരുടെ വ്യാമോഹം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. നമ്മുടെ സുഖം ആത്മസ്വരൂപത്തിലായിരിക്കുന്ന നമ്മൾ ആ സുഖത്തെ അറിയാതെ മറ്റൊരു ശരീരത്തിലാണ് സുഖം എന്ന് നമ്മൾ വ്യാമോഹിക്കുകയാണ്. മാംസം മലബിന്ദങ്ങളാകുന്ന മറ്റൊരു ശരീരത്തെ അതിൽ സുഖം കിട്ടുന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മുടെ സുഖസ്വരൂപമായ ആത്മാവിനെ അറിയാതെ മറ്റുള്ളവരെ ശരീരത്തിൽ സുഖമുണ്ടെന്ന് വിചാരിക്കും. അതാണ് ശിശുപാലാദികളെ പറ്റി പറയുന്നത്. അതുകൊണ്ട് സുഖിക്കാൻ പറ്റുമെന്നാണ് അവരുടെ വ്യാമോഹം. ഇതാണ് അവരുടെ വിവാഹം. തൻ്റെ ശരീരം തന്നെ ശരിക്ക് ദുഃഖകരണമാണെങ്കിൽ പിന്നെ മറ്റൊരു ശരീരം കൊണ്ടാണോ സുഖിക്കുന്നത്? തൻ്റെ ശരീരം തന്നെ തനിക്ക് ദുഃഖകരണമാണെങ്കിൽ പിന്നെ മറ്റൊരു ശരീരം കൊണ്ടാണോ സുഖിക്കുന്നത്? അല്ലേ? നമ്മുടെ ശരീരത്തിന് എപ്പോൾ നോക്കിയാൽ പറയല്ലേ, ശോകം മൂകായിട്ട് കഴിയുന്ന നമ്മുടെ ശരീരത്തിന് നമ്മൾ സുഖിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ മറ്റൊരു ശരീരത്തിന് എങ്ങനെയാണ് നമ്മൾ സുഖം കിട്ടുക? കാരണം ഈ സുഖം പറയുന്ന ഒരു വികാരമാണ്. നമുക്കൊരു സുഖം പറഞ്ഞാൽ വേറൊരിടത്തുനിന്ന് കൈ കൊണ്ട് എടുക്കാൻ പറ്റുന്നതല്ല. അല്ലേ? നമുക്കൊരു സുഖം അവിടെ വെച്ചിട്ടുണ്ട്, അവിടെ കുറച്ച് സുഖം എടുത്തോളൂ, അല്ലെങ്കിൽ ഞാൻ കുറച്ച് സുഖം തരാം, ഭഗവാൻ അനുഗ്രഹം തരാമെന്ന് പറഞ്ഞാൽ തന്നെ എടുക്കാൻ വേണം. പാത്രശുദ്ധി വേണം. പാത്രശുദ്ധി ഉണ്ടെങ്കിലേ അനുഗ്രഹം കിട്ടുള്ളൂ. അനുഗ്രഹം ലോകത്ത് ദൈവങ്ങൾ എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ അനുഗ്രഹം കിട്ടണമെങ്കിൽ അവനവനും അർഹതയാവണം. അർഹത ഉണ്ടായാൽ പോരാ, പാത്രശുദ്ധി പോലും വേണം. കാരണം പാല് വാങ്ങണമെങ്കിൽ പാത്രം മലത്തി പിടിച്ചാൽ പോരാ, പാത്രം ശുദ്ധീകരിക്കണം. അല്ലെങ്കിൽ പാല് മേടിച്ചിട്ട് കാര്യമുണ്ടോ? അപ്പോൾ നമ്മുടെ ഉള്ളിൽ പാത്രശുദ്ധി കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ആ അനുഗ്രഹം കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ അനുഭവത്തിൽ വരും. അല്ലാതെ ഈശ്വരന്മാർ തരാതിരുന്നിട്ടല്ല, നമ്മളതിന് അർഹതയില്ല, അല്ലെങ്കിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഉപയോഗിക്കാനായിട്ട് പറ്റൂല. ഇതൊന്നും അവർക്ക് അറിഞ്ഞുകൂടാ. അവർക്കൊക്കെ വെറും ജഡങ്ങളായ ശരീരമാണ്. അങ്ങാണെങ്കിൽ അമൃതസ്വരൂപനായ ആത്മാവാണ്. ഞാൻ ആത്മാവിനെയാണ്, മലപിണ്ഡമാകുന്ന ശരീരത്തെയല്ല. എൻ്റെ ഭർത്തൃത്വേന വലിച്ചിരിക്കുന്നത്. അതിനാൽ ഞാൻ ഏറ്റവും സംതൃപ്തയും ചാരിതാർത്ഥയുമാണ്. ഇതൊരു വാക്കാൻ നോക്കിയോ. ഇതൊന്നും അറിഞ്ഞുകൂടാത്ത അവരൊക്കെ വെറും ജഡങ്ങളായ ശരീരങ്ങളാണ്. അങ്ങാണെങ്കിൽ അമൃതസ്വരൂപനായ ആത്മാവാണ്. ഞാൻ ആ ആത്മാവിനെയാണ് വരിച്ചത്, മലപിണ്ഡമാകുന്ന ശരീരത്തെയല്ല. എൻ്റെ ഭർത്തൃത്വേന വലിച്ചിരിക്കുന്നത്. അതിനാൽ ഞാൻ ഏറ്റവും സംതൃപ്തയും ചാരിതാർത്ഥയുമാണ്. പറഞ്ഞ രുക്മിണി, ഇപ്പോഴും സമയം വൈകിട്ടില്ല, വല്ല വിഷമമുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പോകാമെന്ന് പറയാം. ഇപ്പൊ വല്ല മനസ്സിന് വല്ല വിഷമമുണ്ട്, എന്നെ കല്യാണം കഴിച്ചത് പറഞ്ഞ് അതിനുള്ള മറുപടിയാണ് പറയുന്നത്. അപ്പൊ നോക്കി നോക്കൂ,
വേദവ്യാസ മഹർഷി നമ്മളെ പോലുള്ള ചിലവരെയൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മളൊക്കെ സുഖം കിട്ടുമ്പോൾ ഏതെങ്കിലും ലെവലെത്തി ഈശ്വരനെ മറക്കും. അപ്പൊ ഇപ്പോഴും എങ്ങനെ ആയിരിക്കണം ഒരു ഭക്ത അല്ലെങ്കിൽ ഭക്തൻ എന്ന് വേദവ്യാസ മഹർഷി ഒരു അധ്യായത്തിൽ കൂടെ നമുക്ക് കാണിച്ചു തരാം. അതുകൊണ്ടാണ് മഹാദേവൻ പറഞ്ഞത് അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വായിക്കണം. ഇതിങ്ങനെ മനസ്സിലാക്കി ധ്യാനം ചെയ്യുമ്പോഴാണ് ഇതിന്റെ സുഖം കിട്ടുക അല്ലേ. ഈ ഒരു അവസ്ഥ നമ്മള് ഇതിപ്പോ ഇടയ്ക്കിടയ്ക്ക് വായിക്കല്ലേ, ഇതാ വായിച്ച് നമ്മൾ കുറച്ചു നേരം ഇരുന്ന് അങ്ങനെ ഒരു അവസ്ഥയെ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് അതിന്റെ ഒരു ലയം അനുഭൂതി നമുക്ക് അനുഭവപ്പെടുക. വധു വരന്റെയും വരൻ വധുവിനെയും ശരീരത്തെയല്ല വിവാഹം കഴിക്കേണ്ടതും സ്നേഹിക്കേണ്ടതും ആത്മാവിനെയാണ്. അതാണ് വധു വരന്റെയും വരൻ വധുവിന്റെയും ശരീരത്തെയല്ല വിവാഹം കഴിക്കേണ്ടതും സ്നേഹിക്കേണ്ടതും ആത്മാവിനെയാണ്. ആത്മാവ് ഈശ്വര സ്വരൂപമാണ്, അതിനാൽ ആനന്ദമയമാണ്. അത് രണ്ടല്ല ഒന്നാണ്. അതിനാൽ ആത്മാവിനെ പരിണയിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ദമ്പതിമാർക്ക് എപ്പോഴും സുഖിക്കാനും ആനന്ദിക്കാനും ഒരിക്കലും വിയോജിക്കാതിരിക്കാനും കഴിയും. ഇതുതന്നെ ദാമ്പത്യത്തിന്റെ മർമ്മം. നോക്കിയോ, അത്ര ഈ സെന്റൻസ് വളരെയധികം ഇന്നത്തെ കാലത്ത് വളരെയധികം. അതുപോലെ ഈ രുക്മിണി സ്വയംവരത്തിൽ സാരി പൂജിച്ചിട്ട് കല്യാണം നടക്കുന്നു അല്ല, നമ്മളതൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. ഇന്ന് മുഴുവൻ ആചാരങ്ങൾ അതിൽ മുഴുകിയിട്ട് മാനസികമായിട്ട് നമ്മൾ മനസ്സിലാക്കാതെ വരുമ്പോഴാണ് പലവർക്കും പല ചിലതൊക്കെ ഒക്കും വലിക്കാം. പക്ഷേ ആത്മീയത എന്ന് പറയുന്ന ജ്ഞാനം, വധു വരന്റെയും വരൻ വധുവിന്റെയും ശരീരത്തെയല്ല വിവാഹം കഴിക്കേണ്ടതും സ്നേഹിക്കേണ്ടതും ആത്മാവിനെയാണ്. ആത്മാവ് ഈശ്വര സ്വരൂപമാണ്, അതിനാൽ ആനന്ദമയമാണ്. അത് രണ്ടല്ല ഒന്നാണ്. അതിനാൽ ആത്മാവിനെ പരിണയിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ദമ്പതിമാർക്ക് എപ്പോഴും സുഖിക്കാനും ആനന്ദിക്കാനും ഒരിക്കലും വിയോജിക്കാതിരിക്കാനും കഴിയും. ഇതുതന്നെ ദാമ്പത്യത്തിന്റെ മർമ്മം. ഇന്ന് ഏറ്റവും കൂടുതൽ കേൾക്കേണ്ട കാര്യങ്ങൾ അതൊക്കെ നോക്കിയോ. കല്യാണം കഴിഞ്ഞ ഒരു കൊല്ലത്തിന്റെ മുമ്പേ പാലക്കാട് കുടുംബ കോടതിയിലുള്ള നമ്മളൊരു അറിയുന്ന ഒരാളുണ്ട്. ഒരു ദിവസം എത്ര ഏറ്റവും കൂടുതൽ കോടതി കേസ് നടക്കുന്ന ഡൈവേഴ്സ് കോഴ്സാണ്. അതൊക്കെ ഏറ്റവും കൂടുതൽ അതിൽ നടക്കുന്ന മുഴുവൻ ഡോക്ടറും എഞ്ചിനീയർമാരുമാണ്. മുഴുവൻ IT മേഖലകളിലും പഠിപ്പുള്ള ആൾക്കാരിലാണ് ഏറ്റവും കൂടുതൽ ഡൈവേഴ്സ് നടക്കുന്നത്. കാരണം അവർക്കിത് മനസ്സിലാക്കാനുള്ള സമയമില്ല, മനസ്സിലാക്കിയിട്ടില്ല. ജസ്റ്റ് ഒരു കോംപ്രമൈസ്. ഇന്നലെ ഒരു കാര്യം പറഞ്ഞു, ഇപ്പൊ പെണ്ണുങ്ങളെ കിട്ടില്ല. ചിദാനന്ദ സ്വാമി പറഞ്ഞു കേരളത്തിലെ 1000 പുരുഷന്മാർക്ക് 1080 സ്ത്രീകളത്ര, ഏകദേശം നമ്മുടെ കണക്കനുസരിച്ച്. പക്ഷേ പെൺകുട്ടികളെ കിട്ടാനില്ല. അപ്പൊ അവിടെ അങ്ങാടിപ്പുറത്ത് ചിദാനന്ദപുരി മത്സരിച്ച് പേപ്പറിൽ ഇവിടെ പയ്യന്നൂരുണ്ടായിരുന്നു ഒരു പഞ്ചായത്ത്. അവിടെ ഇതുപോലെ കല്യാണം കഴിക്കാത്ത യുവാക്കൾക്ക് വേണ്ടിയിട്ട് അവർ രജിസ്ട്രേഷൻ വെച്ചു. അങ്ങനെ രജിസ്ട്രേഷൻ വെച്ച പയ്യന്നൂർ പറഞ്ഞിട്ടു 4000 ആൺകുട്ടികൾ വന്നപ്പോൾ 100 പെൺകുട്ടികളുള്ളൂ. ഇന്നലെ അങ്ങാടിപ്പുറത്ത് ഇതുപോലെ പറഞ്ഞു 116 ആൺകുട്ടികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ആകെ 3 പെൺകുട്ടികളെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പൊ തന്നെ ചിദാനന്ദപുരി എവിടേക്ക് പോയി നമ്മുടെ പെൺകുട്ടികൾ കണക്കനുസരിച്ച് ഇങ്ങനെ. അപ്പൊ ഇവരൊക്കെ പുള്ളി പറഞ്ഞു നല്ല കാര്യം, ഇവരൊക്കെ ഒന്ന് സന്യാസത്തിലേക്ക് വന്നാൽ മതി. സന്യാസികൾ കുറഞ്ഞു വരുന്ന കാലാണ്. ഇവരൊക്കെ എവിടെയെങ്കിലും ഒളിഞ്ഞിരിക്കണ്ടാവും. പിന്നെ സ്വാമി പറഞ്ഞു ഞാൻ ഇടയ്ക്ക് മാട്രിമോണി നോക്കാറുണ്ട്. സ്വാമി പറയാം അത് എന്താ രസം വെച്ചാൽ 58 വയസ്സായ പറയാം 58 വയസ്സായ സ്ത്രീ കല്യാണാലോചനയ്ക്ക് ചോദിക്കും. അല്ല, വരനെ ആവശ്യമുണ്ട്. ഇനി കുട്ടികളുണ്ടായാലും കുഴപ്പമില്ല. സ്വാമിയായാലും നല്ല താമസിക്കും. കഷ്ടം തോന്നുക അവർക്ക് എന്താണോ ഇങ്ങനെ വരാൻ പറ്റാതെ സ്വാമി പറയാ ഞങ്ങളാച്ച അത് കുറഞ്ഞു വരുന്നുണ്ട്. സന്യാസിമാരായിട്ട് വന്നുകൂടെ ഇവർക്കൊക്കെ. അല്ല, എന്തുകൊണ്ടാണെന്ന് അറിയില്ല, നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോ ഇവിടെ IVF-ന്റെ ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു മൗലാനയിൽ വെച്ച്. അപ്പോൾ ഒരു ഡോക്ടർ പറയുന്നത് IVF-ന്റെ ഇതിന് വരുമ്പോൾ ഇന്ന് കല്യാണം ഇതിന് വരുമ്പോൾ കല്യാണം കഴിക്കാൻ തന്നെ പെൺകുട്ടികൾക്ക് താല്പര്യമില്ല. കല്യാണം കഴിഞ്ഞാൽ അവർ പറയണത് 30-35 വരെ അവർക്ക് പ്രസവിക്കാൻ തയ്യാറല്ല. 35 വയസ്സ് 40 വയസ്സ് നേരെ സ്വാമി പറയാം ബീജവും മണ്ടും ഒക്കെ തീർന്നു കഴിഞ്ഞിട്ടാണ് കല്യാണത്തിന് പോകുന്നത്. ഹിന്ദുക്കള് എത്രയോ പറഞ്ഞു വളരെ ഇതാണ്. അത് 1, മറ്റവർക്ക് 6. അതിൽ പറയാം ഈ ഒരെണ്ണം സ്വാമി പറയാം ഞാൻ സന്യാസിയായത് എന്തുകൊണ്ടറിയോ, എനിക്ക് എൻ്റെ അമ്മയ്ക്ക് 5 മക്കളാണ്, 4 മൂത്ത അവസാനം സന്യാസി അതുകൊണ്ട് വിട്ടു. നിങ്ങൾ ഈ ഒരെണ്ണമായിട്ട് കഴിഞ്ഞാൽ എവിടെ സന്യാസി ഉണ്ടാവുക, നാട് എളുപ്പം ചുരുങ്ങിയത് 4 ഉണ്ടാകും. പുള്ളി പറയാം ഇങ്ങനെ ഉണ്ടായി ഹിന്ദുക്കൾ വളരെ കുറഞ്ഞു വരികയാണ്.
അതൊരു വളരെ സത്യമാണ്. കാരണം എന്താ അറിയോ, ഈ വിവാഹത്തിനെ പറ്റിയുള്ള സങ്കല്പങ്ങൾ. അപ്പൊ അവിടെ IVF പറയാണ്, കല്യാണം കഴിക്കാൻ 30 വയസ്സുള്ള പെൺകുട്ടികൾ കല്യാണം കഴിക്കും. 5-6 കൊല്ലം അവർ ജീവിക്കട്ടെ പറയും. 35-36 വയസ്സാകുമ്പോഴേക്കും ഒന്നും ഉണ്ടാവില്ല. പിന്നെ IVF പിന്നാലെ. എന്താ പറയുക, IVF ഒക്കെ വരുന്ന കാശ് 5 ലക്ഷം ഉറുപ്പിയുടെ IVF 3-4 ചെയ്യേണ്ടി വരും. എന്തൊരു ബിസിനസ്സാണ് അതൊക്കെ. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് പറഞ്ഞാൽ, കുട്ടികൾക്ക് കല്യാണം കഴിക്കേണ്ട ഒരു പ്രായമുണ്ട്. ആ സമയത്ത് കല്യാണം കഴിക്കില്ല. പിന്നെ കല്യാണം കഴിക്കുമ്പോഴേക്കും ഇന്നത്തെ കാലത്ത് ഭക്ഷണത്തിന്റെ കാരണം ഇന്നത്തെ ഏറ്റവും കൂടുതൽ പുരുഷന്മാർക്കാണ്. സ്ത്രീകൾ വരെ പുരുഷന്മാർക്ക് മുഴുവൻ പല പ്രശ്നങ്ങളാണ്. അപ്പൊ ഈ വക പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഹിന്ദുക്കൾക്ക് മാത്രം ഈ ഒരു ബോധമില്ലാത്തത് കൊണ്ട് ഹിന്ദു സമുദായത്തിന് എന്താ ക്ഷയം ചർച്ച ചെയ്ത കാര്യങ്ങളിൽ ഒരു കാര്യം ഇതാണ്. ഇപ്പൊ നമ്മളിത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. കാരണം അറിയോ, കുട്ടികളൊന്ന് ഈ ഡൈവേഴ്സിന്റെ കാര്യമൊക്കെ ആലോചിച്ചിട്ടാണ് നമ്മളൊരാളോട് സംസാരിക്കുക, എന്തിനാ വെറുതെ പുലിവാലിന് പോകണം. അപ്പൊ ഈ പുലിവാൽ ഉണ്ടാവാൻ പറഞ്ഞ് ഈ പറയുന്ന നീ എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചു ഞാൻ. നമുക്ക് അപ്പ പിന്നെ ഉത്തരമില്ല. ഈ പറയാൻ പോലുണ്ട്. നമ്മളിപ്പോ പ്രസംഗിക്കുന്ന നമുക്ക് ഒരു പിന്നിലൊരു കഥയില്ലേ. അപ്പൊ നമ്മൾ പരമ്പരകളെ തല നിന്ന് പോണെങ്കിൽ അതിനൊക്കെ ചിന്തിക്കേണ്ട സമയമായി. ഈ വക കാര്യങ്ങളെ എന്തുകൊണ്ടാണ് സത്സംഗം ഇല്ലാത്തത് കൊണ്ടാണ്. കൂടി നിന്ന് ഇത് പറഞ്ഞു കൊടുക്കാനുള്ളൊരു വേദിയില്ല. പറഞ്ഞു കൊടുത്താൽ ഇപ്പോ ഇതൊക്കെ ഇപ്പം എന്താ പറയുക, പണ്ടൊരു 15 വയസ്സ് വരെ ബാല്യം എന്ന് പറയും. ഇപ്പൊ 5 വയസ്സ് കഴിഞ്ഞാൽ കുട്ടിയോട് വരും. 5 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് നമ്മളെക്കാൾ കൂടുതൽ കുട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് 5 വയസ്സ് വരെ നമ്മളെ അരൂപിന് കുട്ടിക്ക് 3 വയസ്സ് ഞാൻ ഇപ്പൊ പിടിച്ചോ. 5 വയസ്സ് കഴിഞ്ഞാൽ പറയാം, ഒരു ദിവസം പറയാം ലേസിന് വേണ്ടി തല്ലൂടെ ഞാൻ മേടിച്ചു കൊടുക്കരുത്. ഇപ്പോ 5 വയസ്സ് വരെ ഒന്ന് തല്ലാം. 5 വയസ്സ് കഴിഞ്ഞ് തല്ലാൻ പറ്റില്ല. അപ്പൊ ഈ 5 വയസ്സ് വരെ എന്നല്ല പറഞ്ഞു, 5 വയസ്സ് വരെ നമ്മൾ ആ സംസ്കാരം സ്വഭാവം രൂപീകരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ പിടിച്ചാൽ കിട്ടും. പണ്ട് 10 വയസ്സായിരുന്നു, ഇപ്പൊ 5 വയസ്സ്. 5 വയസ്സിന്റെ ഉള്ളില് ഒരു ട്രാക്കിൽ നമ്മൾ കയറ്റാൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ വേണ്ടതൊക്കെ അപ്പൊ പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഇതാണ് കല്യാണത്തിന്റെ ഒരു നോക്കിയൊക്കെ വിവാഹവും അതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഇന്ന് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. പിന്നീട് ഭഗവാൻ പറഞ്ഞതാണ്, മോക്ഷസമ്പത്തിനെ നൽകി അനുഗ്രഹിക്കുന്ന എന്നെ ആശ്രയിച്ച് തുച്ഛങ്ങളായ ശരീരസുഖങ്ങൾ ചോദിച്ചു വാങ്ങുവാൻ നിർഭാഗ്യവാന്മാരാണ്. ആ സുഖങ്ങൾ കൃമി കീടാദികൾക്ക് പോലും സുലഭങ്ങളാണ്. അതായത് പിന്നീട് ഇത് കഴിഞ്ഞതിന് ശേഷം പറയാണ്ട് രുക്മിണി സമാധാനിപ്പിക്കും. ഞാനിത് തമാശയ്ക്ക് പറഞ്ഞതൊക്കെ പറയും അല്ലേ. രുക്മിണി ബോധം കെട്ട് വീഴുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കുകയാണോ എന്ന് വിചാരിച്ച് രുക്മിണി ബോധം കെട്ട് വീഴുമ്പോഴാണ് പിന്നെ അതൊക്കെ മാറ്റിയിട്ടാണ് രുക്മിണി ഇതൊക്കെ പറഞ്ഞു കൊടുത്ത്. അപ്പൊ കൃഷ്ണൻ പറയുന്ന വാക്കാണ്, മോക്ഷസമ്പത്തിനെ നൽകി അനുഗ്രഹിക്കുന്ന എന്നെ ആശ്രയിച്ച് തുച്ഛങ്ങളായ ശരീരസുഖങ്ങൾ ചോദിച്ചു വാങ്ങുന്നവർ നിർഭാഗ്യവാന്മാരാണ്. നമ്മളൊക്കെ ചെന്നിട്ട് എന്താ ആവശ്യപ്പെടുന്നല്ലേ? ആത്മവെളിച്ചം തെളിക്കാനോ അല്ലെങ്കിൽ ആത്മബോധം വരാനോ? അതാണോ നമുക്ക് ലിസ്റ്റ് തന്നെയാണ് അല്ലേ. ഇന്ന് അമ്പലം എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഒരു ലിസ്റ്റ് കൊടുക്കുന്ന ഇതാണ്. കണ്ടമാന ആവശ്യങ്ങളാണ്. അതിന് എന്തു വേണമെങ്കിലും നമ്മളൊരു വഴിപാടൊക്കെ എടുത്തിട്ടാണോ? ഇതൊക്കെ നമ്മൾ ആത്മീയമായി ചിന്തിക്കേണ്ട ഒരു കാലം അതിക്രമിച്ചു. വിഗ്രഹങ്ങളെ വിശേഷമായി ഗ്രഹിക്കുന്നതാണ്. നമുക്ക് ഊർജ കേന്ദ്രങ്ങളാണ് അമ്പലം എന്ന് പറഞ്ഞാൽ. ക്ഷേത്രങ്ങൾ ഊർജ കേന്ദ്രങ്ങളാണ്. നമ്മുടെ മാനസികമായ ഉയർച്ചയ്ക്ക് വേണ്ട ഊർജം കിട്ടേണ്ട സ്ഥലങ്ങളാണ് അമ്പലങ്ങൾ. അപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മളെ സ്ഥൂല രൂപത്തിൽ, ഇപ്പൊ ശിവനാണെങ്കിൽ ശിവൻ എന്ന് പറഞ്ഞാൽ മംഗളസ്വരൂപമാണ്. ആ മംഗളസ്വരൂപം നമ്മുടെ അവിടെ ഇരുന്ന് കുറച്ചു നേരം നമ്മുടെ മനസ്സിനെ ചിന്തകളൊക്കെ അകറ്റി ആ ആത്മ പവിത്രീകരിക്കുന്ന ഒരു ഭാവം നമ്മൾ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അത് തന്നെയാണ് ഈശ്വരൻ. നമ്മളെ അർഹതപ്പെട്ട് കഴിഞ്ഞാൽ അനുഗ്രഹം നമ്മൾ ചോദിക്കണ്ട. പിന്നെ ഭഗവാനെ എല്ലാം അറിയുന്ന ഭഗവാൻ നമ്മൾ പറയേണ്ട ആവശ്യമുള്ളൂ. അത് തന്നെ നമ്മുടെ ആത്മീയമായ ചിന്തകൾ ശുദ്ധീകരണമാണ് ക്ഷേത്രത്തിൽ നടക്കേണ്ടത്. പക്ഷേ അവിടെ താന്ത്രികവും മാന്ത്രികവുമായി ചെയ്ത കർമ്മങ്ങളെ കൊണ്ട് ആ വിഗ്രഹത്തിൽ ചൈതന്യം ഉണ്ടാകുമ്പോൾ മാത്രമേ ആ ഊർജം അവിടെ ഉണ്ടാവുള്ളൂ. അതൊക്കെ അവിടെ നടക്കണം. അതിൻ്റെ വേണ്ട പോലെ. അപ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോൾ ഈ ഒരു നമ്മൾ നോക്കി ചില അമ്പലത്തിൽ പോയ ധ്യാനം കിട്ടും. നമ്മൾ കുറച്ചു നേരം അവിടെ ഒരു സുഖം കിട്ടും. ചിലയിടത്ത് പോയി കഴിഞ്ഞാൽ വെറുതെ വട്ടം തിരിഞ്ഞ് ഉണങ്ങും. ഇതാണ് അതിൻ്റെ ക്ഷേത്രങ്ങൾ. ഇപ്പൊ വെറും ആ ക്ഷേത്ര ആരാധനയിൽ നിന്നും നമ്മുടെ വിശേഷ ഗ്രഹണത്തിലേക്ക് ഗ്രഹിക്കാൻ കഴിയുന്ന ഒരു വിദ്യ, ആ ആത്മബോധത്തിലേക്ക് നമ്മൾ കിട്ടാൻ വേണ്ടി നമ്മുടെ ഓരോ
ഇങ്ങനെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ, കാരണം അവര് ശിഷ്യന്മാരെ എന്താണോ ഉദ്ദേശിച്ചത് ആ ഉദ്ദേശത്തെ നമ്മൾ ഗ്രഹിക്കുമ്പോൾ അത് പൂർണ്ണത വരുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കുറ്റം പറയില്ല, അതിനെ ഇന്നത്തെ കാലത്ത് കാണുന്ന സപ്താഹങ്ങളിലായെങ്കിലും നമ്മൾ വെറും ആ ബാഹ്യമായ ആ കഥകളിൽ കൂടി ഇങ്ങനെ പോയി അതിനുള്ള ആചാരങ്ങളിൽ പോകുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഭഗവാൻ പറയുന്നത് ഗീതയിൽ പലപ്പോഴും പല സ്ഥലത്ത് ശ്ലോകങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെ കൊടുക്കണം, തുച്ഛമായ ആഗ്രഹങ്ങളെ വെച്ചിട്ട് വേണ്ടിയുള്ള ആവശ്യങ്ങളെ വെച്ചിട്ടാണ് എൻ്റെ അടുത്ത് വരുന്നത്. അർത്ഥാർത്ഥി 4 തരത്തിലുള്ള ഭക്തന്മാരേക്ക് പറയുന്നുണ്ട് അല്ലേ. അപ്പോ നമ്മളിൽ തന്നെ ഒരു മാറ്റം വരുത്തേണ്ട ഒരാവശ്യമാണ്. പിന്നെ അപ്പൊ അങ്ങനെ രുക്മിണി സ്വയംവരും രുക്മിണി സംവാദങ്ങളും ആ 2 അധ്യായങ്ങളിൽ കൂടി വേദവ്യാസൻ ഉദ്ദേശിച്ച തത്വങ്ങളെ മനസ്സിലാക്കി പോകുമ്പോൾ ജീവിതത്തിന് അതൊരു ആത്മാലാഭം, ആത്മാനുഭൂതിയാവും. ഇനി അതുപോലെ തന്നെ ഒന്നാണ് ഇതില് പ്രദ്യുമ്നാവതാരം, ശമ്പരം. അതുകൊണ്ട് നമ്മൾ കുറെ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളുണ്ട് നമ്മുടെ പുരാണങ്ങളിൽ. രാസക്രീഡ, ഇപ്പൊ രുക്മിണി സ്വയംവരം പിന്നെ എല്ലാവർക്കും അറിയില്ല. ഇങ്ങനെ ഒരു ജീവനും ആത്മാവും തമ്മിലുള്ള ബന്ധത്തിനെ പറ്റി ഇതുവരെ ആർക്കും അറിയില്ല. ഞാനിപ്പോൾ അടുത്താണ് ഇതിൻ്റെ ഉള്ളിലേക്ക് പോയപ്പോഴാണ് ഭാഗവതത്തിൻ്റെ നമ്മളെ കുറെ ബുക്കുകൾ റെഫർ ചെയ്തപ്പോഴാണ് ഈ ഒരു തത്വത്തിലേക്ക് കിട്ടിയത്. പലപ്പോഴും പല കാര്യങ്ങൾക്കും നമ്മൾ ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ അവില് കാര്യത്തിൽ പറയും രുക്മിണി 2ാമത്തെ അവില് കൈ കയറി പിടിച്ചു എന്ന് പറയില്ലേ, എല്ലാവരും പറയുന്ന രുക്മിണീനെ അക്ക് പോകേണ്ടി വരുന്നു അല്ലേ. 2ാമത്തെ മുഷ്ടി തിന്നു കഴിഞ്ഞാൽ നമ്മൾ കേട്ടോ രുക്മിണി പറഞ്ഞില്ല, എന്നെ അങ്ങോട്ട് പറഞ്ഞയക്കുകയാണോ അല്ലേ, ഞാൻ ഇനി അവിടെ പോയി നിൽക്കേണ്ടി വരുന്നതാണ് കേട്ട്. പക്ഷെ എന്നെ ഒന്ന് വേറെ ചിന്തിച്ചു നോക്കി നോക്കൂ, അങ്ങനെ പോവോ? കൃഷ്ണനെ വിട്ടിട്ട് രുക്മിണി അവിടെ പോവും? ധനം കൊടുത്താൽ ഐശ്വര്യാണ് ലക്ഷ്മി ആണെങ്കിലും അങ്ങനെ പോവോ? പക്ഷെ എന്താണ് ആ ഒരു മുഷ്ടിയിൽ കുചേലന് വേണ്ടതൊക്കെ അവിടെ കിട്ടിക്കഴിഞ്ഞു. അടുത്ത മുഷ്ടി കഴിഞ്ഞാൽ കുചേലൻ ഇപ്പൊ തന്നെ ഭഗവാനിലേക്ക് ലയിക്കും. അവൻ അപ്പം മോക്ഷം കിട്ടും അദ്ദേഹത്തിന്. കുചേലന് അടുത്ത മുഷ്ടി കഴിഞ്ഞാൽ ഭഗവാൻ അപ്പം എടുത്തിട്ടായിരിക്കാണ് ഉച്ചാരണം. പക്ഷെ ഇത്ര കാലം ദാരിദ്ര്യ ദുഃഖം അനുഭവിച്ച അദ്ദേഹത്തിന് ആ ഇത്രയും വലിയ ആ സ്വത്ത് കിട്ടിയിട്ട്, സ്വമ്പത്ത് കിട്ടി, അത് അനുഭവിക്കണ്ടേ? രുക്മിണി എന്താണ് ചെയ്യുന്നത്? അദ്ദേഹത്തിന് ആ ഇതേപോലെ ഒരു ദ്വാരക പോലെ ഒരു കൊട്ടാരവും അത്രയധികം സമ്പത്ത് നൽകി. ഇനി ആ പാപത്തിനെ അതൊന്ന് അനുഭവിക്കാൻ സമ്മതിക്കണേ പിടിച്ചിട്ട് മോക്ഷം കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് 2ാമത്തെ കഴിക്കാൻ. അതല്ലേ ശരി? അദ്ദേഹത്തിന് ആ കാര്യം. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് ആ കുചേലന്റെ അവസാനത്തെ സ്തുതിയില് ഇതൊന്നല്ല എനിക്ക് വേണ്ടത്, എനിക്ക് അവിടുത്തെ എത്ര ജന്മങ്ങൾ ഉണ്ടായാലും അവിടുത്തെ നാമം, അവിടുത്തെ ഭക്തരുടെ സംസംഗം എനിക്ക് വേണ്ടതെന്ന് പറയും. അത് വേറെ കാര്യം. പക്ഷെ രുക്മിണി 2ാമത് ഇങ്ങനെ കുറെ കാര്യമുണ്ട്. ഇപ്പൊ ഇതില് പ്രദ്യുമ്നാവതാരത്തില് പറയുന്നുണ്ട് അല്ലേ, കാമദേവന്റെ ശരീരത്തിനെ ഭസ്മമാക്കി മഹാദേവൻ. അപ്പൊ അദ്ദേഹത്തിന്റെ കാമദേവന് ശരീരമില്ലെങ്കിലും അതാണ് ശരീരമില്ലാത്ത കാമദേവനായി. പിന്നീട് ശരീരമില്ലാത്ത കാമദേവനാണ്. അതുകൊണ്ടാണ് പിന്നീട് കുറെ ആൾക്കാർ ശരീരമില്ലാത്ത കാമം എല്ലാവരും പേടിക്കും. കുറെ കഥകളുണ്ട്. പക്ഷെ പിന്നീട് വീണ്ടും രതീദേവി തപസ് ചെയ്തപ്പോ കൃഷ്ണന്റെ മകനായിട്ട് കാമദേവൻ ജനിക്കും. അങ്ങനെ നിനക്ക് ആ രൂപം കിട്ടും കാമദേവനായിട്ട്. അതാണ് പ്രദ്യുമ്നൻ. അപ്പൊ ആ പ്രദ്യുമ്നൻ ജനിച്ചു വിടുമ്പോൾ ശമ്പരനോട് പോയിട്ട് നാരദത്തൊരു കാര്യം വേഗം അവസാനിപ്പിക്കണം രംഗങ്ങളെ. അതാണ് നാരദൻ തല്ലുപിടിക്കലല്ല. ഒരാൾ മോക്ഷം ഉണ്ടെങ്കിൽ അവനെ വേഗം മോക്ഷത്തിലേക്ക് എത്തിക്കണം. അവനപ്പം കൊല്ലട്ട് വേഗം കൊല്ലാൻ കഴിഞ്ഞില്ലേ. അതുപോലെ കംസന്റെ അടുത്ത് പോയിട്ട് പറയാം, നീ ഇതൊക്കെ ചെയ്തോ, ആ കുട്ടികളെ വേഗം കൊന്നോ. അങ്ങനെ എല്ലാവരും അവസ്ഥ. അപ്പൊ ഇവിടെ ചെന്ന് ബാണന്റെ അടുത്ത് ശമ്പരന്റെ അടുത്ത് പോയി നടക്ക് പറഞ്ഞ കുട്ടി അവിടെ ജനിച്ചിട്ടോ. അപ്പൊ ആ കുട്ടി അടുത്ത് കൊണ്ടുവന്നു കടലിലെറിഞ്ഞു. അതൊരു മത്സ്യം വിഴുങ്ങി. ആ മത്സ്യത്തെ ശമ്പരന്റെ കൊട്ടാരത്തിൽ തന്നെ എത്തി. ഇത് ഒരു ലീലയാണ്, ജീവിതത്തിനെ കാണിക്കുകയാണ്. ഇതൊക്കെ സംഭവിക്കും. ഇതൊക്കെ ക്ലൈമാക്സ് നിശ്ചയിച്ചതിന്റെ ശേഷമാണ് കളി തുടങ്ങുള്ളൂ. ഇത്രേ ഭാഗവത്തിലൊരു ദിക്കിൽ പറയാണ്, ഭഗവാൻ ആദ്യം തന്നെ അതിന്റെ ക്ലൈമാക്സ് നിശ്ചയിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലൊക്കെ ആദ്യം തന്നെ ക്ലൈമാക്സ് നിശ്ചയിച്ചിട്ടുണ്ട് എന്താവും എന്നുള്ളത്. ഇനി നമ്മളതിനെ പറ്റി ചിന്തിക്കൊന്നും വേണ്ട. ഉള്ളത് നേരാവണ്ണം ചിന്തിച്ചായിട്ട് പോയാൽ അത് അതിന്റെ വഴിക്ക് അവസാനിക്കും. അപ്പൊ ഇവിടെ ക്ലൈമാക്സ് ശമ്പരനായ കടലിലെറിഞ്ഞു പ്രദ്യുമ്നെ. അതൊരു മത്സ്യം വിഴുങ്ങി. ആ മുക്കുവം പിടിച്ചു. വലിയ മത്സ്യം കാണുമ്പോൾ അത്ഭുതമായ മത്സ്യം ശമ്പരന്റെ കൊട്ടാരത്തിൽ തന്നെ കൊടുത്തു. അപ്പൊ നാരദൻ അവിടെ ചെന്ന് അവിടെ
രതിയോട് പറഞ്ഞു, പ്രദ്യുമ്നമ്മടെ പേര് കാമദേവൻ, നീ മകനായിട്ട് വളർത്തിക്കോ, നീ അവിടെ ചെന്ന് അടുക്കളയിൽ ജോലിക്ക് പോയി ആ കുട്ടി നിന്റെ അടുത്ത് വരും, നീ വളർത്തിക്കോ പറയും. അപ്പൊ നോക്കി നോക്കൂ, അവസാനം വരും ആ കുട്ടീനെ അടുക്കളയിൽ കൊണ്ടേ പടുത്തുന്ന രഹസ്യമായിട്ട് ഇതിനകത്തുനിന്ന് കുട്ടിയെ കിട്ടും. ശമ്പരൻ അറിയാതെ ആ കുട്ടിയെ വളർത്തിയ ആയുധങ്ങളൊക്കെ നോക്കണം. ചെറിയ കുട്ടീനെ വളർത്തുന്ന ആരാ? ഭാര്യ. ആ രതീദേവി ആ കുട്ടിയെ വളർത്തി അവസാനം ശമ്പരനെ കൊന്ന് കല്യാണം കഴിക്കും. ഇത് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ആരെങ്കിലും സംഭവിക്കും? അനീതിയാണ് എന്നൊക്കെ പറയും. അപ്പൊ ഇതിനതിന് സംഭവത്തിന് പറയാണ്, പ്രകൃതിയുടെ ഏതൊരു വൈപരീത്യവും ഈശ്വരന്റെ ഇച്ഛയ്ക്ക് തടസ്സമല്ലെന്നും ഈ ഇതിഹാസത്തിൽ വെളിപ്പെടുത്തും. അതാണ്, ഒന്നും സങ്കല്പിക്കാതിരുന്നാൽ ഒരു ബന്ധവും ഉണ്ടാകുന്നില്ല. ഇതിൽ കാണിക്കുന്നത് എന്താച്ചാൽ എന്ത് ബന്ധങ്ങളും നമ്മുടെ മാനസിക തലത്തിലാണ്. നമ്മളാണ് ബന്ധങ്ങൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഒരുത്തൻ, ഇപ്പം ഞാൻ മകനാണ്, പിന്നെ സഹോദരനായി, പിന്നെ ഭർത്താവായി, പിന്നെ അച്ഛനായി, പിന്നെ സമൂഹത്തിലൊരു വ്യക്തിയായി. ഇതൊക്കെ ഒരു വ്യക്തിയാണല്ലേ. ഇതൊക്കെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഭാവനാ മണ്ഡലത്തിലാണ് നമ്മുടെ ഓരോരോ പ്രവൃത്തി. അപ്പം ഈ ഭാവനാ മണ്ഡലത്തിൽ നമ്മൾ ഇപ്പോൾ ആ കാമദേവൻ കൃഷ്ണന്റെ മകനായിട്ട് പ്രദ്യുമ്നനായിട്ട് അവതരിച്ചു. കാരണം മഹാദേവൻ ആ ശരീരത്തെ ഭസ്മമാക്കി. രതിദേവി തപസ് ചെയ്തപ്പോഴാണ് പറഞ്ഞ് ശരീരം എടുക്കും, കൃഷ്ണന്റെ മകനായിട്ട് ജനിക്കും, നമുക്ക് ആ കാമദേവനെ ശരീരത്തോടു കൂടി കിട്ടുന്നു. പക്ഷേ ഇവർക്കൊന്നും മരണമില്ലല്ലോ. അപ്പൊ ഇവിടെ കൃഷ്ണന്റെ മകനായിട്ട് വന്നു, കൊല്ലാൻ നോക്കി, ശമ്പരന്റെ അടുത്ത് വരുന്നു. എന്താ പറയുക, ഇതൊക്കെ പ്രകൃതി നിശ്ചയിച്ചാൽ. കാരണം വേഗം എത്തണം, നാടൻ വേഗം അവസാനിപ്പിക്കണം. തന്റെ കൊട്ടാരത്തിൽ തന്നെ വളർത്തി ഭാര്യയാവാൻ പോകുന്ന സ്ത്രീ മകനായിട്ട് വളർത്തി വലുതാക്കി ആയുധാഭ്യാസങ്ങളൊക്കെ കൊടുത്ത് അവസാനം ശമ്പരനെ യുദ്ധം ചെയ്ത് കൊന്നു. എന്നിട്ടാണ് ഭാര്യയും ഭർത്താവായിട്ടാണ് മകൻ പോകുന്നത്, കൊട്ടാരത്തിലേക്ക് പോകുന്നത്. അപ്പൊ ഇതൊരു രംഗമാണ്. ഇപ്പൊ വേദവ്യാസൻ നമ്മുടെ ഭാവനാ മണ്ഡലത്തിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഏതു രൂപത്തിലാണോ സങ്കല്പം ആ രൂപത്തിലാണ് ബന്ധവും എന്ന് പ്രദ്യുമ്നനും രതീദേവിയും തമ്മിലുള്ള സാഹചര്യത്തിൽ കൂടി വേദവ്യാസൻ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഏതു രൂപത്തിലാണോ സങ്കല്പം ആ രൂപത്തിലാണ് ബന്ധവും എന്ന് പ്രദ്യുമ്നനും രതീദേവിയും തമ്മിലുള്ള സാഹചര്യത്തിൽ കൂടി വെളിപ്പെടുത്തി. ഇങ്ങനെ ലൗകികവും അലൗകികവുമായ പല രഹസ്യങ്ങളും ഓരോരോ കഥകളിൽ കൂടി വേദവ്യാസൻ നമുക്ക് കാണിച്ചു തരും. ഇതാണ് ഭാഗവതം. ഇപ്പൊ ഈ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഭാര്യയെ പണ്ട് ശ്രീരാമൻ ഒളിച്ചൊമ്പ് ചെയ്തു. എപ്പോഴും തെറ്റായ, ഇന്നലെയും അതിനൊരു വിമർശനം ഉണ്ടായി. നമ്മുടെ ഇതിഹാസങ്ങളിൽ നിന്നും പുരാണങ്ങളിൽ നിന്നും ഇങ്ങനെയുള്ള ഭാഗങ്ങളെ മാത്രം അടർത്തിയെടുത്ത് അത് വാട്സപ്പിൽ കൂടി മറ്റിൽ കൂടി കാണിച്ചു തരുമ്പോൾ ഇന്നത്തെ ന്യൂ ജനറേഷൻ യുവതലമുറകൾ ഇപ്പൊ ഇതൊരു കാര്യം, സ്വന്തം അമ്മ ഒരു കുട്ടിയെ വളർത്തിയിട്ട് അവസാനം ഭാര്യയും ഭർത്താവ് ആകണമെന്ന് ഇന്നത്തെ പുതുതലമുറയോട് പറഞ്ഞ് എന്തായിരിക്കും പുകില്? ഭാഗവതത്തിൽ ഇങ്ങനെയുള്ള ഓരോ പുരാണങ്ങളിലും രാസക്രീഡ അങ്ങനെയുള്ള പല വസ്ത്രം കെട്ടുകൊണ്ടുപോയി ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് ന്യൂ ജനറേഷൻ്റെ ഉള്ളിൽ കാര്യം ശരിയല്ലേ, സത്യല്ലേ? ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത്? നമ്മുടെ വിശ്വാസങ്ങളെ മാറ്റാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ചെയ്യുന്ന ചില കാര്യങ്ങൾ, എന്നാലും അതിനെപ്പറ്റി ചർച്ചയുണ്ടായി. ഇതിന്ന് നമ്മളെ ബോധപൂർവം നമ്മുടെ ന്യൂ തലമുറകളെ വഴിതെറ്റിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ പുരാണ കഥകളിലൊക്കെ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പൊ കണ്ടില്ലേ, ഈ രതിദേവി സ്വന്തം കുട്ടിക്കും ചെറിയ കുട്ടീനെ വളർത്തി വലുതാക്കി കല്യാണം കഴിച്ചു. അപ്പൊ ഏത് ഭാവത്തിലാണോ നമ്മൾ ആ ഭാവത്തിലാണ് ബന്ധം. അപ്പൊ ഇവിടെ വരത്തിനനുസരിച്ച് ആ ചെറിയ കുട്ടി ഭർത്താവ് തന്നെയാണ്, ആ കുട്ടി അവിടെ ജനിക്കേണ്ടി വന്നു. ഇതൊക്കെ പുരാണങ്ങൾ കഥകളിൽ കൂടി നമുക്ക് പറഞ്ഞു തരാണ്. പക്ഷെ നമ്മളതിൻ്റെ അർത്ഥരൂപത്തിൽ തന്നെ എടുത്തിട്ടില്ലെങ്കിൽ പ്രശ്നങ്ങളാണ്. ഇപ്പം ഇതാണൊക്കെ നമ്മുടെ ഭാഗവതത്തിൽ. ഇപ്പം നമ്മൾ അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു കുറച്ച് കഴിഞ്ഞാൽ ദശമസ്കന്ധം കഴിയാതായി. പിന്നെ ഏകാദശാണ് കുറെ വീണ്ടും പോവുക. കാരണം അതിലൊക്കെ 1 or 2 മുക്തിസ്കന്ധം, ഈ ദശമസ്കന്ധം നിരോധം എന്ന് പറയും. നമ്മുടെ ഭക്തിക്ക് വരുന്ന തടസ്സങ്ങൾ പല കഥകളിൽ കൂടി കാണിച്ചു തരികയാണ്. നിരോധം 10 ദർശനങ്ങളാണ് ഭാഗവതത്തിൽ. അതിന് സർഗം വിസർഗം ഈശാന കഥ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ 10 11 ആ സൂര്യ അവിടുന്ന് സിഗ്നൽ വന്നു. അപ്പോൾ ദശമസ്കന്ധം നിരോധം കഴിഞ്ഞ് അടുത്ത മുക്തിസ്കന്ധമാണ് ഏകാദശം.
അതിൽ മുഴുവൻ മുക്തിക്ക് പറ്റിയ ഉപായം, അതിനകത്ത് കുറേ നവയോഗി സംവാദങ്ങളും 24 ഗുരുക്കന്മാരും ഉദ്ധവോപദേശം, ശ്രുതിഗീത, വിഷുഗീത, കുറേ ഉണ്ട് അതിനകത്ത്, കുറേ ഗീതകളും. അപ്പം അതിനൊക്കെ നമ്മൾ കുറച്ച് താമസമെടുത്ത് നമുക്ക് അതിലേക്ക് പോവാം. ദശമസ്കന്ധത്തിൽ കഴിഞ്ഞ കുചേല ദിനത്തിൽ കുറച്ച് കുചേല ഒക്കെയാണ് പറയുണ്ടായി. അതൊന്നും കൂടി നമുക്ക് അതിലെടുത്ത് കുചേലനി മാത്രം അത് മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് കഥകളാണ്, കുറേ കഥകളാണ്. അതൊക്കെ അംബരീഷ ചരിതമുണ്ട്, സന്താനഗോപാലം, പിന്നെ കുറച്ച് അതിൻ്റെ മൃഗമോക്ഷമൊക്കെ ഉണ്ട്, മൃഗരാജാവിൻ്റെ മോക്ഷം. അപ്പം അതൊക്കെ ഒന്ന് അടുത്തതിൽ പുറത്തുകൂടെ ഒന്ന് ഓടിച്ച് അതിനൊക്കെ ഒരു തത്വമുണ്ട്. ഇപ്പം മൃഗമോക്ഷം പറഞ്ഞാൽ അറിയാതെ ഒരു തെറ്റ് ചെയ്തിട്ടാണ് ഓന്തായിട്ട് വന്നത് അല്ലേ. അറിയാതെ ഒരു തെറ്റ് ചെയ്തപ്പോൾ ചെറിയ ദോഷമുണ്ട്. ആദ്യം നരകത്ത് പോകണം, ദോഷം അനുഭവിക്കണം, പിന്നെ സ്വർഗം അനുഭവിക്കണം. ആ ചെറിയ ദോഷം അതാണ് എത്രയോ വർഷം ഓന്തായിട്ട് കണ്ടിട്ടുള്ളത്. അപ്പം നമ്മൾ അറിയാതെ പോലും ചെയ്യുന്ന ഒരു തെറ്റ് ജീവിതത്തിൽ എത്ര വലിയ അനുഭവങ്ങൾക്ക് വേണ്ടി വരുന്നൊക്കെ കാണിക്കാൻ വേണ്ടി ചെറിയ ചെറിയ കഥകളുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് കഴിഞ്ഞ പ്രാവശ്യം ഓടിച്ചു പോയി. നമുക്ക് ഏകാദശത്തിലേക്ക് കടക്കുമ്പോഴാണ് മുക്തിസ്കന്ധം, കുറേ കഥകൾ, അതിനകത്തുള്ള മുഴുവൻ ഉപദേശങ്ങളാണ്. നവയോഗി സംവാദം, പിന്നെ 24 ഗുരുക്കന്മാർ, പിന്നെ ഭിക്ഷുഗീത, ശ്രുതിഗീത, ഉദ്ധവഗീത, അത് മുഴുവൻ ഏകാദശ സ്കന്ധത്തിലാണ് വരുന്നത്. പക്ഷേ കുറച്ച് ഇങ്ങനെ വരുമ്പോൾ ഉറക്കം വേഗം വരും. നമ്മൾ ഈ വേദാന്തപരമായിട്ട് പറയുമ്പോൾ ഉറക്കം വേഗം വരും കഥകളിൽ കൂടെ. പക്ഷെ നമ്മളതിലാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്. വെറും അതിനല്ലാണ്ട് തത്വബോധത്തിലേക്ക് പോകാനാണ് ആഗ്രഹം. കാരണം യെച്ചൂരൊക്കെ പറയും, അദ്ദേഹത്തിൻ്റെ പാതയം നമുക്ക് ഇഷ്ടമായി തോന്നിയത്. കാരണം കുറച്ചു പേരൊക്കെയാലും ആ വഴിക്ക് പോയാൽ, അല്ലെങ്കിൽ ആചാരങ്ങളിൽ മാത്രം വിശ്വസിച്ച് നമ്മൾ പോയി കഴിഞ്ഞാൽ എവിടേക്ക് എത്തില്ല എന്ന് പറയുന്നു. നമുക്ക് 2-3 സ്തുതി കൂടി പാടിയിട്ട്, കാരണം ഏതൊരു സന്നിധിയിലാണോ ഇരിക്കുന്നത്, ഇവിടെ ഇരിക്കുന്ന അതിനെ ഒന്ന് സ്തുതിച്ച് നിർത്തണം എന്നാണ് പറയുക സത്സംഗത്തിൽ. കുറച്ചു നേരം ആത്മവിചാരം ചെയ്യണം, കുറച്ചു നേരം ധ്യാനത്തിൽ കൂടി കേട്ടതിനെ ഒന്ന് സ്ഥിരപ്പെടുത്തണം. അവസാനമാകുമ്പോൾ ആ സന്നിധിനെ ഒന്ന് സ്തുതിച്ച് നിർത്തണം എന്ന് പറയും. അതുകൊണ്ടൊന്ന് വേഗം ചൊല്ലിയിട്ട് നമുക്ക് അവസാനം. ഓം നമഃ ശിവായ, ശിവായ നമഃ. ഓം